ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഹൈ ജമ്പിനെയും ലോങ് ജമ്പിനെയും കുറിച്ചാണ്. ഹായ്, എൻ്റെ പേര് നജീബ്. ഞാൻ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 32 വർഷമായി ഫിസിക്കൽ ട്രെയിനിങ് രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഹെൽത്ത് അവേക്കനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹായ് എന്ന് പറയുന്ന ഒരു സംഘടന ഏതാണ്ട് 25,000-ഓളം കുട്ടികളെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 7,500 അധികം ആൾക്കാർക്ക്, കുട്ടികൾക്ക് വിവിധ സേനകളിൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ജോലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിവിൽ പോലീസ് ഓഫീസറുടെ ഫിസിക്കൽ ട്രെയിനിങ് ആണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈ ജമ്പിനും ലോങ് ജമ്പിനും വേണ്ടി ഞാൻ കുറേ അധികം എക്സസൈസുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ചങ്കുറപ്പിനും മസിലുറപ്പിനും എല്ലാം വേണ്ടിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് ചെയ്യണം. കഴിഞ്ഞ 1-2 എപ്പിസോഡ് എൻട്രി ആപ്പിന് വേണ്ടി റോപ്പ് ക്ലൈമ്പിങ്ങിനെ കുറിച്ചും 100 മീറ്റർ ഓട്ടത്തിനെക്കുറിച്ചും ഫിസിക്കൽ ട്രെയിനിങ്ങിന് തയ്യാറാകുന്നതിനെക്കുറിച്ചുമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഹൈ ജമ്പ് ലോങ് ജമ്പ് എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, അതിനുള്ള ടിപ്സും ട്രിക്കുമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് നിങ്ങൾ നല്ലപോലെ വാച്ച് ചെയ്യുക, പരിശീലിക്കുക. അതിനുശേഷം നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി പോവുക. ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നത് ഹൈ ജമ്പിനെ കുറിച്ചാണ്. ഫിസിക്കൽ ട്രെയിനിങ്ങിൽ 8 ഐറ്റമാണുള്ളത്. അതിൽ ആദ്യത്തെ ഐറ്റമാണ് 100 മീറ്റർ. രണ്ടാമത്തെ ഐറ്റം ഹൈ ജമ്പ്. ഹൈ ജമ്പ് 132 സെൻറ്റിമീറ്ററാണ് നമുക്ക് ചാടേണ്ടത്. ഇതിന് 3 ചാൻസ് ഉണ്ട്. ഇതിൽ കൂടുതൽ ഹൈറ്റിൽ ചാടിയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൈ ജമ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അത്ലറ്റിന്, ഒരു സ്പോർട്സ്മാന് 132 ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് ചാടാൻ പറ്റുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് 2.45 ആണ്. 2 മീറ്റർ 45 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 132 സെൻറ്റിമീറ്റർ 3 ചാൻസിൽ ഏതെങ്കിലും ഒരു ചാൻസിൽ ചാടുക എന്നുള്ളതാണ്. ഹൈ ജമ്പ് ചാടുന്നതിന് ചെറിയ ഹൈറ്റിൽ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നതുപോലെ ചെറിയ ഹൈറ്റിൽ നിങ്ങൾ ചാടി പഠിക്കുക. അത് 3-4 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്ലൈ ജമ്പ് ചെയ്യാം, ബെല്ലി ടൈപ്പ് ചെയ്യാം, സിസേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ സെമി ആക്രോബാറ്റിക് ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. നിങ്ങൾ ഏതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സ് പറയും. അത് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചിലർക്ക് ബെല്ലി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫ്ലൈ ആയിരിക്കും, ചിലർക്ക് സാധാരണ ചാടുമ്പോൾ ഉള്ള ജമ്പ് ഏതാണോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജമ്പ് അങ്ങ് ചെയ്ത് 132 സെൻറ്റിമീറ്റർ ചാടിയങ്ങ് അപ്പുറത്ത് പോയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 ചാൻസ് ഉണ്ടെന്നുള്ളത്. 3 ചാൻസിൽ നല്ല മനോബലം വേണം. വളരെ സിമ്പിളായിട്ട് ഒരു കാലിൽ ടേക്ക് ഓഫ് ചെയ്ത് പോയി വീഴുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. അതായത് ടേക്ക് ഓഫ് ചെയ്യുക, കുതിക്കുന്നത് ഒറ്റക്കാലിൽ കുതിക്കണം. ഒറ്റക്കാലിൽ കുതിക്കുക മാത്രമേ നിങ്ങൾ ഫൗളായിട്ട് കണക്ക് കൂട്ടാതെ പാസ്സായിട്ട് കണക്ക് കൂട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും നിങ്ങളുടെ മനസ്സ് അനുസരിച്ചിട്ട് ടേക്ക് ഓഫ് ലെഗ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ചിലർക്ക് ലെഫ്റ്റ് ആയിരിക്കും, ചിലർക്ക് റൈറ്റ് ആയിരിക്കും. ഭൂരിഭാഗം ആൾക്കാർക്കും ലെഫ്റ്റ് ലെഗായിട്ടാണ് കാണുന്നത്. അപ്പോൾ ലെഫ്റ്റ് ലെഗിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 132 സെൻറ്റിമീറ്റർ കടന്നപ്പുറം പോകാൻ പറ്റൂ. അതുപോലെ നിങ്ങൾ പലരും ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ ഷൂ ഇട്ട് ഹൈ ജമ്പ് ചെയ്യുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ 132 സെൻറ്റിമീറ്റർ ചെയ്യുമ്പോൾ 132 സെൻറ്റിമീറ്റർ ഹൈറ്റ് ചാടി കിടക്കുമ്പോൾ ഷൂ ഇട്ട് ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നുകിൽ നിങ്ങൾ ഷൂവോ ഒന്നും ഇടാതെ അല്ലെങ്കിൽ സ്പൈക്ക് ഉപയോഗിച്ച് ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമം. കുറച്ച് ദിവസം നിങ്ങൾ സാധാരണ ഷൂ ഇട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, നല്ലപോലെ സ്ട്രെച്ചൊക്കെ ചെയ്തതിന് ശേഷം സ്പൈക്ക് ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഹൈ ജമ്പും ലോങ് ജമ്പും സ്പൈക്ക് ഇട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും, കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടും, കുറച്ചുകൂടെ പവർ കിട്ടും, കുറച്ചുകൂടെ ആത്മവിശ്വാസം കിട്ടും, കുറച്ചുകൂടെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക.
അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ഹൈ ജമ്പിന് നമുക്ക് വരയൊന്നുമില്ല. ലോങ് ജമ്പിന് പ്രത്യേകിച്ച് വരയുണ്ട്, പക്ഷേ ഹൈ ജമ്പിന് വരയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെങ്ത് വെച്ചിട്ട് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുക, നല്ലതുപോലെ വാച്ച് ചെയ്യുക, ആ ഗ്രൗണ്ടിൻ്റെ ആ പിറ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ പിറ്റിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ കണ്ടുവരുന്നത് ഏത് PSC ടെസ്റ്റിനും ബെഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ 132 ജമ്പ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും ഹൈറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ബെഡിൻ്റെ ഹൈറ്റും ഏകദേശം അത്രയുമായി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. സിമ്പിളായിട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് പോയി വീണാൽ ശാരീരികമായിട്ട് ബോഡിക്ക് ബാഡിലി എഫക്റ്റ് ചെയ്യത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു പ്രധാന ഘടകമാണ്. ബോഡി വെയിറ്റ് ഹൈ ജമ്പ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുവിധപ്പെട്ടവർക്ക് ലോങ് റേസ് ചെയ്യുന്നവർക്കും ഹൈ ജമ്പ് ചെയ്യുന്നവർക്കുമൊക്കെ ബോഡി വളരെ ലീനായിരിക്കും. അവരങ്ങനെയായിരിക്കും അവരുടെ ഫുഡിൻ്റെ ക്രമീകരണവും അതുപോലെ ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ ക്രമീകരിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ജസ്റ്റ് നമ്മളൊരു PSC ടെസ്റ്റിന് വേണ്ടി ഫിസിക്കൽ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ അത്ലറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അജ്ഞതയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക. ആദ്യമായിട്ട് നല്ലപോലെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള സ്ട്രെച്ചൊക്കെ ചെയ്യുക. നല്ലതുപോലെ കാലിൻ്റെ സ്ട്രെങ്തും പവറും ഒക്കെ വരുന്ന രീതി ചെയ്യുക. നല്ലപോലെ കാല് റേസ് ചെയ്യുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നല്ലൊരു വാമായതിനു ശേഷം മാത്രമേ ഹൈ ജമ്പ് ചെയ്യാവൂ. നമുക്ക് ഹൈ ജമ്പിനും ലോങ് ജമ്പിനും വേണ്ടത് കാലിൻ്റെ സ്ട്രെങ്താണ്. അതുപോലെ സ്പോർട്സ്മാന് ഏറ്റവും കൂടുതൽ വേണ്ടത് വയറിൻ്റെ സ്ട്രെങ്തും ഹിപ്പിൻ്റെ സ്ട്രെങ്തുമാണ് വേണ്ടത്. എന്ന് പറയുന്നത് പോലെ ഹൈ ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് നല്ല സ്ട്രോങ് ആയിരിക്കണം. 100 മീറ്റർ ഓടിയതിന് ശേഷം നിങ്ങൾ വന്ന് നല്ലതുപോലെ ഹീറ്റായി നിൽക്കുന്ന അവസരത്തിലാണ് ഹൈ ജമ്പ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാറി ഒരുപാട് റെസ്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ ഹീറ്റ് പോകും. അതിന് വീണ്ടും രണ്ടാമത് നിങ്ങളൊന്ന് എനർജറ്റിക് ആവാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും വന്നിട്ട് രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് എക്സസൈസ് ചെയ്ത് ബോഡി നല്ലപോലെ ഹീറ്റായതിനു ശേഷം മാത്രം ഹൈ ജമ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങളെ ലോങ് ജമ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ലോങ് ജമ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.57 4 മീറ്ററും 57 സെൻറ്റിമീറ്ററുമാണ്. ഇതിനും 3 ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിലും നമ്മൾക്ക് കൂടുതൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ ദൂരം താണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. ലോങ് ജമ്പ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആദ്യം ശ്രദ്ധിക്കണം. മിക്ക ആൾക്കാർക്കും ഫൗളാണ് ഒരു പ്രധാന ഘടകം. നിങ്ങൾ ഓടി വരുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് കുതിക്കുന്ന ഭാഗം മിക്കവാറും ഉള്ള ആൾക്കാർ ഒന്നിൽ വരയിൽ ചവിട്ടും, അല്ലെങ്കിൽ വരയുടെ ഒരുപാട് ബാക്കിൽ ചവിട്ടും, അല്ലെങ്കിൽ വരയ്ക്ക് മുന്നിൽ ചവിട്ടും. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ആ കുമ്മായം ഇട്ടേക്കുന്ന ആ വെള്ള വര ഇട്ടേക്കുന്നതിന് ജസ്റ്റ് ബാക്കിലാണ്. വരയിൽ ചവിട്ടിയാൽ പോലും ഒരു ഫൗൾ വിളിക്കും. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു മത്സരത്തിന് പോവുകയാണെങ്കിൽ ആദ്യം ഒരു വെള്ള വര, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ മൺതിട്ട, അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പലരും പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വെള്ള വരയിൽ ചവിട്ടാം, മൺതിട്ടയിൽ ചവിട്ടരുത് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. PSCയുടെ 1 സ്റ്റാർ ടെസ്റ്റിൽ ലോങ് ജമ്പിന് പോകുമ്പോൾ വെള്ളവര മാത്രമേ കാണൂ. ആ വെള്ളവരയിൽ ചവിട്ടാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. അങ്ങനെ ചവിട്ടിയാൽ അവിടെ റെഡ് ഫ്ലാഗ് പൊക്കും, ഫൗൾ വിളിക്കും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി അകലം നിങ്ങളുടെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരിക്കണം. അതിന് ചെറിയ ട്രിക്കുണ്ട്. നിങ്ങൾ വരയുടെ ബാക്കിൽ നിന്നും ഒരു 10 15 16 സ്റ്റെപ്പ് ദൂരെ ഓടിപ്പോയി എടുക്കുക. അവിടെ ഒരു മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ കൂടി നിൽക്കുമ്പോൾ നിങ്ങളുടെ മാർക്കിങ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, കാണാൻ പറ്റാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് ദൂരെയായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒരു പ്രത്യേക ഏതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന ഒരു ഐറ്റം നിങ്ങളവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ലെങ്തിൽ വന്നിട്ട് നിങ്ങളത് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ലെങ്തിൽ ഓടിപ്പോയി ചാടാമെങ്കിൽ കറക്റ്റ് ടേക്ക് ഓഫ് ആയിരിക്കും. അപ്പോൾ ഒരു ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് നിങ്ങൾ എത്ര അടിയാണ്, 16 അടിയാണോ ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ 18 അടിയാണോ ആണെങ്കിൽ അത് കൃത്യമായി അളന്ന് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ഈ ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങളത് ചെയ്തിരിക്കണം. ചിലപ്പോൾ ലോങ് ജമ്പ് ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് നിങ്ങൾ അവിടെ പോയി വീണ് കഴിയുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചാടി വീണ് മണ്ണ് ഇങ്ങനെ കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വീഴുമ്പോൾ ബാക്കിലോട്ട് മറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതായത് ചാടി നിങ്ങൾ അവിടെ പോയി വീഴുമ്പോൾ ആ പിറ്റിൽ മണ്ണിങ്ങനെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചാടി വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും 2 കാലും വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ബാക്കിലോട്ട് മറിയും, കൈകുത്തും. അപ്പോൾ അത് ഫൗളായിട്ട് വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ സാറന്മാരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ആ മണ്ണ് ഒന്ന് ലെവൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ മണ്ണൊന്ന് ലെവൽ ചെയ്തിട്ട് ഓടിപ്പോയി നിന്നിട്ട് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജോലിയാണ് പ്രധാനം. അവർ അത് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ പ്രധാനമുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ലോങ് ജമ്പ് ചെയ്ത് അവിടെ പോയി ലാൻഡ് ചെയ്തു വീണ്ടും തിരിച്ച് അതേ റൂട്ടിൽ തിരിച്ചു വരരുത്.
അത് ഇരിക്കുന്ന ഒഫീഷ്യൽസിന് തീരെ ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ ആ വരുന്ന മണ്ണ് വീണ്ടും ആ പിറ്റ് ചവിട്ടി ഉറപ്പിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരിക്കലും പോയ വഴിയെ തിരിച്ചു വരാതെ നിങ്ങൾ ഫ്രണ്ടിലൂടെ വന്ന് സൈഡിൽ കൂടെ പോവുക. അതുപോലെ ഒരുപാട് ദൂരത്തുനിന്ന് നിങ്ങൾ ലോങ് ജമ്പ് ചെയ്യാനായിട്ട് വരണ്ട. യഥാർത്ഥത്തിൽ ലോങ് ജമ്പിൻ്റെ വേൾഡ് റെക്കോർഡ് നിങ്ങൾക്കറിയാമല്ലോ, 8.95 9 മീറ്ററിന് 5 സെൻറ്റിമീറ്ററിന് കുറവേ ഉള്ളൂ. നമ്മൾക്കിവിടെയുള്ളതോ 4.57 മാത്രം. അപ്പോൾ ഒരുവിധം ടേക്ക് ഓഫ് ചെയ്ത് ഒരുവിധം ഹൈറ്റിൽ ചാടിയാൽ നിങ്ങൾക്കെല്ലാം ഇത് കവർ ചെയ്യാം. അതിന് ചെറിയ സ്റ്റെപ്പിൽ 1-2 സ്റ്റെപ്പിൽ നിങ്ങൾ ആദ്യം ചാടി പ്രാക്ടീസ് ചെയ്യാം. ഒരു സ്റ്റെപ്പിൽ ചാടി ടേക്ക് ഓഫ് കറക്റ്റ് കാല് ആ വെള്ള വരയുടെ ബാക്കിൽ ചവിട്ടുക, ചാടി പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് നിന്നിട്ട് ചാടുക, 3 സ്റ്റെപ്പ് ബാക്കിലോട്ട് വന്നിട്ട് ചാടുക. അങ്ങനെ ഗ്രാജുവലായിട്ട് ലെങ്ത് കൂട്ടി ഹൈറ്റ് കൂട്ടി ചെയ്യുക. അതിൻ്റെ ആ ബോഡി ലാംഗ്വേജൂടെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോങ് ജമ്പ് പാസ്സാവാൻ പറ്റും. അതുപോലെ ലോങ് ജമ്പ് 100% സ്പീഡിൽ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 90% സ്പീഡ് മതി. ഇപ്പോൾ 100 മീറ്ററിൻ്റെ സ്പീഡിൽ ഓടണ്ട. അപ്പോൾ ജമ്പിന് ക്വാളിറ്റിയും അതുപോലെ അതിൻ്റെ പെർഫെക്ഷനും കുറയും. ജമ്പിന് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ ടേക്ക് ഓഫ് നിങ്ങൾ വെറുതെ നിന്നതിന് ശേഷം ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയുന്ന ഒരു കാലുണ്ട്, ഇതാണ് എൻ്റെ ടേക്ക് ഓഫ് കാല്. ആ ടേക്ക് ഓഫ് കാല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിലാണ് പറയുന്നത് ടേക്ക് ഓഫ് ഏതാണെന്ന്. ഒരു പക്ഷേ നിങ്ങൾ ഓടി വരുമ്പോൾ നിങ്ങൾക്കൊരു ഫീല് വരും. അതായത് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ കുതിക്കുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് ഒരു 10 മീറ്ററിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ മനസ്സ് പറയും, എനിക്ക് ലെഫ്റ്റ് കാലാണ് ഞാൻ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ ടേക്ക് ഓഫ് ചെയ്യുന്നത് ലെഫ്റ്റ് കാല് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് കാല് കൊണ്ട് എനിക്ക് പറ്റുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടുകയോ അല്ലെങ്കിൽ കാല് കൂട്ടിയിടുകയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ പെർഫെക്ഷൻ കുറഞ്ഞ് ജമ്പിൻ്റെ ക്വാളിറ്റി, ജമ്പിൻ്റെ ലെങ്ത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ടേക്ക് ഓഫ് കാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ലെഫ്റ്റ് കാലാണെങ്കിൽ ലെഫ്റ്റ് കാല് തന്നെ കിട്ടണം, റൈറ്റ് ലെഗ് ആണെങ്കിൽ റൈറ്റ് ലെഗ് തന്നെ കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജമ്പ് ചെയ്തരുത്. ഒരു കാരണവശാലും ആ വൈറ്റ് വര കട്ട് ചെയ്ത് അപ്പുറത്ത് പോകാതെ ഇരിക്കാമെങ്കിൽ നിങ്ങൾക്ക് 3 ചാൻസും സേഫ്റ്റി ആയിട്ട് നിങ്ങളുടെ കയ്യിരിക്കും. അത് നിങ്ങളുടെ അവിടെ വരുന്ന ഒരു ടീമുണ്ട്, ഫിസിക്കൽ ട്രെയിനറായിട്ടുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയുന്ന ആൾ, അതുപോലെ പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, PSC യുടെ ഒരു ഉദ്യോഗസ്ഥൻ. ഇവർ 3 പേരുടെ ഒരു പാനലാണുള്ളത്. ആ ഒരു ടീം വന്നിരുന്നിട്ടാണ് ഇത് നോക്കുന്നത്. ലോങ് ജമ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നിശ്ചിത ദൂരത്തു നിന്ന് വരണമെന്ന്. ആദ്യം നിങ്ങൾ മനസാന്നിധ്യം വേണ്ടെടുത്തിട്ട് പതുക്കെ ഓടുക, പിന്നെ ഫാസ്റ്റായിട്ട് ഓടുക. പിന്നെ നിങ്ങൾ വരുമ്പോൾ ആ ടേക്ക് ഓഫിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് സൗണ്ട് ഇട്ട് ഏതെങ്കിലും ഒരു ഷൗട്ട് എന്ന് വരെ ഒരു സൗണ്ട് വല്ലതും ഇട്ടിട്ട് നല്ലോണം അടിക്കുക, നല്ലോണം ബൗൺസ് ചെയ്യുക, പോയി വീഴുക. നമ്മളൊരു ബാള് കയ്യിലെടുത്തിട്ട് ചെറുതായിട്ട് താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് കുതിക്കും, അല്ലെങ്കിൽ ചെറുതായിട്ട് ബൗൺസ് ചെയ്യും. പക്ഷേ വലുതായിട്ട് എറിഞ്ഞാലോ, നല്ലതുപോലെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബാള് പെട്ടെന്ന് വലുതായിട്ട് കുതിച്ചു പോകും, നല്ലപോലെ ബൗൺസ് ചെയ്യും. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എത്രത്തോളം പവർഫുള്ളായിട്ട് ആ ലെഗ് ആ ടോ വെച്ച് അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നോ അത്രത്തോളം റേസ് ചെയ്യും. അതുപോലെ കൈ ഹൈറ്റിൽ കൊണ്ടുപോവുക. പക്ഷേ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അത്ലറ്റ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവില്ല. എങ്കിലും നമ്മൾക്ക് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഒരു ടെസ്റ്റ് എഴുതി, ഏതായാലും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ജമ്പ് കിട്ടും. അതുപോലെ നിങ്ങൾ ചെല്ലുമ്പോൾ ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിരിക്കണം. നിങ്ങൾ ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ തലേ ദിവസമാണ് ആ സ്ഥലത്ത് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് പോയെന്ന് കണ്ടിട്ട് ഗ്രൗണ്ടിൻ്റെ ആ പിറ്റും ആ ജമ്പിങ് ഓടുന്ന സ്ഥലമൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇവിടെ നമുക്ക് സ്പൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഷൂ ഉപയോഗിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഷൂ ഒന്നുമില്ലാതെ വെറുതെ ഉള്ള കാലയിലാണോ ഓടാൻ പറ്റുന്നത്, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ഒരു പ്രൊഫഷണലിസം നിങ്ങൾക്ക് വന്നെങ്കിൽ, ഒരു പക്കാ പ്രൊഫഷണലിസം നിങ്ങൾക്ക് വന്നെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നല്ല പോസിറ്റീവ് അപ്രോച്ച് നിങ്ങൾക്ക് ഇതിനെടുക്കാൻ പറ്റും. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കുറേ ഫിസിക്കൽ എക്സസൈസുകളും ഹൈ ജമ്പും ലോങ് ജമ്പിനും ഒക്കെ കുറിച്ച് കുറേ കാര്യങ്ങളും ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും നിങ്ങളിത് ഫോളോ ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. വിജയം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു വിജയ ആശംസകൾ ഞാൻ നേരുകയാണ്. എല്ലാവർക്കും ശുഭപ്രതീക്ഷ ഞാൻ നേരുകയാണ്. നിങ്ങൾക്ക് വിജയം തന്നെ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. നിങ്ങൾ പോലീസ് ഓഫീസറാവും. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.